ഹലോ, ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെൻ്റാണ്. അവളുടെ കസിൻ്റെ എൻഗേജ്മെൻറ്റിന് പോവുകയാണേ. സോ ഞാനും ടിൻറ്റും മിൻറ്റും കൂടെയാണ് പോകുന്നത്. കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ എയർപോർട്ടിന് തൊട്ട് മുമ്പ് അവിടെ എവിടെയൊക്കെയാണ് അടുത്ത്. അങ്ങനെ ഞങ്ങളെത്തി. ഞങ്ങൾ ടിൻറ്റും മിൻറ്റും മാത്രമായിരുന്നു, വേറെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗ്രീഷ്മയുടെ ഡാൻസ് തുടങ്ങി. ഗ്രീഷ്മയാണ് ഞങ്ങളുടെ ഫ്രണ്ട്. ഇതാ റൈറ്റ് സൈഡിൽ ബാക്കിലിരുന്ന് കളിക്കുന്ന ആളാണ്. ഇതാ ഓടി വരുന്നുണ്ടോ. ഇവളുടെ കല്യാണത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ വരുന്ന സൺഡേ ആണ് ഇവളുടെ കല്യാണം. സോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ സുനു എത്തിയിട്ടുണ്ടായിരുന്നു. അത് സുനു ആക്ച്വലി ഇപ്പം നാട്ടിലില്ല. സുനു തിരിച്ച് ദുബായിൽ അവളുടെ ചേട്ടൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ കല്യാണത്തിന് സുനു ഇല്ല. പിന്നെ ഇതാ അത് കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇതാ ജ്യോതിയും ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നേ. ജ്യോതിക്ക് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം അങ്ങനെ പുറത്തിറങ്ങാറില്ല. പിന്നെ ഇന്ന് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കാണുന്നത് കൊണ്ടും അവൾക്ക് നടക്കാനിപ്പോൾ പറ്റുന്നതുകൊണ്ടാണ് അവൾ വന്നത്. അതുമല്ല, കയ്യിലെ കവർ ശ്രദ്ധിക്കണം. നമ്മൾ മെയിനായിട്ട് ഗ്രീഷ്മയുടെ ചേച്ചിയുടെ മോളെ കാണാനും കൂടെ ആയിട്ടാണ് വന്നത്. നൂലേട്ടിന് നമുക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് പോകാനായിട്ട് പറ്റിയില്ലേ. അങ്ങനെ എല്ലാവരും ജ്യൂസും സോഡയും മൊജിറ്റയും അങ്ങനെ പല സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുടിച്ചേ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഓഡിറ്റോറിയത്തിൽ പോയതും കേക്ക് കട്ട് ചെയ്യുന്ന ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു പാത്രത്തിൽ ഗ്രീഷ്മ നമുക്ക് വേണ്ടി മാത്രം എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. എന്നുവെച്ചാൽ ഈ പയ്യൻ്റെ അമ്മ വെച്ച കേക്കാണ് കേട്ടോ. ഒറിജിനൽ സ്ട്രോബെറിയൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവെ എനിക്ക് ഈ സ്ട്രോബെറി ബട്ടർ സ്കോച്ച് ഫ്ലേവറൊന്നും ഇഷ്ടമല്ല, പക്ഷെ കഴിച്ചു. പിന്നെ സദ്യ കഴിക്കുന്നതിന് മുമ്പ് എന്നെ സ്റ്റേജിൽ പോയി ഫോട്ടോസൊക്കെ എടുക്കാനെന്ന് വിചാരിച്ചു. പിന്നെ എടുത്തു. നമ്മൾ പിന്നെ അവർ പരിചയപ്പെട്ടതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോയിരുന്നേ. കുറേ നാൾക്ക് ശേഷം ഞാൻ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കുറേ നേരം സംസാരിച്ച് പിന്നെ എല്ലാവരുടെ അടുത്തും ബൈ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിയതായിരുന്നു. ആ സമയത്തായിരുന്നു ഗ്രീഷ്മയുടെ ചേച്ചിയുടെ മോളെ ഉറക്കം എണീറ്റത്. കാരണം ഞങ്ങൾ പോയ സമയം മുതൽ ബേബി ഫുള്ള് ഉറക്കമായിരുന്നു. ഞങ്ങൾ ഇറങ്ങാറായപ്പോൾ ഉണർന്നിരുന്നു. അപ്പോൾ പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് നേരം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഞാനും ടിന്നും വിൻറ്റും അവിടെ നിന്ന് ബസ് കയറിയിട്ടായിരുന്നു പാളയത്തിറങ്ങി അങ്ങനെ പോയത്. ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ബസ്സിൽ ഞങ്ങൾ കയറിയിട്ടില്ല. വയസ്സായവരും വീണു, ഞങ്ങളും വീണു. ഭയങ്കര സ്പീഡായിരുന്നു. പറഞ്ഞപ്പോഴും അവർക്കൊരിതുമില്ല. കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നമ്പർ ഉണ്ടായിരുന്നു. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിൽ കസിൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പോകുന്ന വഴിയിൽ ഐസ്ക്രീമും കൂടെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ജ്യൂസ് കുടിക്കാനായിട്ട് ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നേ. ഞാനും സൂര്യയും മിലോയും മഞ്ഞയും മുന്നയും കൂടെ ആയിട്ട്. മിലോയ്ക്ക് എപ്പോഴും കുടിക്കുന്ന പോലെ തന്നെ വാട്ടർ മെലൺ ജ്യൂസിൽ ഷുഗറും ഐസും ഇല്ലാതെ തന്നെ കൊടുത്തായിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസും കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സീ വിത്ത് അനദർ വീഡിയോ. ടാറ്റാ.